ഹലോ, നമസ്കാരം. ഇന്ന് ജൂൺ 15. നമ്മൾ സ്ത്രീകളെല്ലാം സ്വപ്നം കണ്ട് ആ ഒരു ദിവസം എത്തിയിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം KSRTC സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ്. ഇന്ന് ഇവിടുത്തെ ആദ്യത്തെ പ്രിയദർശിനി സൗജന്യ യാത്ര, ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. അപ്പോൾ അതൊന്ന് കാണണം. ആദ്യത്തെ പ്രിയദർശിനി സൗജന്യ യാത്രയിലൊന്ന് പങ്കെടുക്കണം. അതിനുവേണ്ടി ഞാൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഇനി ബസ്സിൽ കയറിയുള്ളതും പിന്നെ ഉദ്ഘാടനവും ഇതെല്ലാം നമുക്കൊന്ന് കണ്ടു കേട്ട് പോകാം. നിരവധി സ്ത്രീകളും സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി ഞാനടങ്ങുന്ന സ്ത്രീകൾ ബസ്സിൽ പ്രവേശിച്ചു. മാധ്യമപ്രവർത്തകരുടെ ഒരു വൻ നിര തന്നെ പുറത്തും ബസ്സിനുള്ളിലും ഉണ്ടായിരുന്നു. എല്ലാവരും വളരെ ആഹ്ലാദത്തോടു കൂടിയായിരുന്നു. നമ്മുടെ ഉദ്ഘാടകൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറും എത്തിച്ചേർന്നിരിക്കുകയാണ്. ബസ്സിനുള്ളിൽ പ്രവേശിക്കുന്ന സ്ത്രീജനങ്ങളെ അദ്ദേഹം അഭിവാദ്യം നൽകി. ഒരു ഉത്സവത്തിൻ്റെ നിമിഷം പോലെ കേരളത്തിലെ ജനസംഖ്യയിലെ അവരുടെ ജീവിത ആവശ്യത്തിന് അവരുടെ യാത്രയ്ക്ക് വേണ്ടി ആ സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി പ്രിയദർശിനി പദ്ധതി എന്നുള്ള നിലയിൽ PD സതീശൻ ഗവൺമെന്റ് ആവിഷ്കരിച്ചിരിക്കുന്ന ഈ പദ്ധതി കേരളത്തെ സംബന്ധിച്ചിടത്തോളം തികച്ചും മാതൃകാപരമാണ് എന്ന് മാത്രമല്ല സ്ത്രീ വിമോചനത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണമായി ഞാൻ ഇതിനെ കാണുകയാണ്. വനിതാ മുന്നേറ്റങ്ങൾ നടന്നിട്ടുണ്ട്. ആ വനിതാ മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ഒട്ടനവധി നേതാക്കൾ ഈ പട്ടണത്തിൽ നിന്നും നമ്മുടെ ഈ ജില്ലയിൽ നിന്നും മധ്യ തിരുവിതാംകൂറിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോ നമ്മൾ കാണുന്ന ഈ മാറ്റം നമ്മളുടെ കെട്ടഴിച്ചു വിട്ടതുപോലെയല്ലേ. നമ്മുടെ സ്ത്രീകൾ എല്ലാവരും വണ്ടിയിൽ ഇപ്പോ വന്ന് കയറുന്നത്. അവർക്ക് ഒരു ടിക്കറ്റ് വേണ്ട, അവർക്കുള്ളത് 0 ടിക്കറ്റാണ്. എത്ര ആളുകൾ യാത്ര ചെയ്തു എന്നുള്ളതിന്റെ കണക്കെടുക്കുന്നതിന് വേണ്ടി മാത്രം ഒരു 0 ടിക്കറ്റ് അവർക്ക് കൊടുക്കുകയാണ്. അവർക്ക് പോകാൻ പറ്റുന്ന സ്ഥലത്ത് പോകാൻ പറ്റും. അവർക്ക് എല്ലാവിധ സൗകര്യം കൊടുക്കും. മറ്റ് സംസ്ഥാനത്തു നിന്നുള്ള ആളുകൾക്കും സ്ത്രീകൾക്കും ഇവിടെ സൗജന്യ യാത്ര ചെയ്യുന്നതിന് വേണ്ടിയുള്ള സൗകര്യമുണ്ട്. അങ്ങനെ കേരളം ഇന്ത്യക്ക് മാതൃക കൊടുക്കുന്ന രൂപത്തിലേക്ക് മാറിയിരിക്കുന്നു. അതിന് നേതൃത്വം കൊടുത്ത UDF ഗവൺമെന്റിനെ ഞാൻ മുക്തകണ്ഠ പ്രശംസിക്കുകയും ശ്രീ PD സതീശന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനം നമ്മളുടെ സഹോദരിമാർ ഒരിക്കലും മറക്കില്ല എന്ന് കണക്കാക്കുകയും ചെയ്യുന്നു. ഞാൻ ഈ പദ്ധതി ഇവിടെ ഔപചാരികമായി നമ്മുടെ ഈ സ്ഥലത്ത് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. പ്രിയദർശിനി പദ്ധതി പ്രകാരമുള്ള സ്ത്രീകളുടെ സൗജന്യ യാത്രയുടെ കോട്ടയം ജില്ലയിലെ ആദ്യ സൗജന്യ ടിക്കറ്റ് വിതരണം ഏറ്റവും ബഹുമാനപ്പെട്ട ആദരണീയനായ കേരള നിയമസഭാ സ്പീക്കർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവർ ഇപ്പോൾ നിർവഹിക്കുന്നു. ഉദ്ഘാടനത്തിന് ശേഷം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറ് ബസ്സിൽ കയറി എല്ലാവരോടും സന്തോഷം പങ്കുവച്ചു. അങ്ങനെ കേരളത്തിലെ വനിതകൾക്കുള്ള ആദ്യ സൗജന്യ യാത്രയ്ക്കുള്ള തുടക്കം കുറിക്കുകയായി. ഈ യാത്രയെ കുറിച്ച് എന്നാ വിദേശത്തുനിന്ന് വന്നല്ലേ? എവിടെയായിരുന്നു? ഞങ്ങൾ USA-ലാണ് ലീവിന് വന്നതാണ്. അതെ. അപ്പം പിന്നെ ഇന്ന് മുതലാണ് ഈ നമ്മുടെ KSRTC ഫ്രീ തുടങ്ങിയത്. അപ്പൊ ഇന്ന് തന്നെ ഇതിൽ കയറി പിന്നെ ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ടോ? ഡെഫിനറ്റ്ലി. ആക്ച്വലി ഞങ്ങള് മലയാളം മീഡിയം ഒക്കെ എപ്പോഴും നമ്മൾ കാണുമല്ലോ. അപ്പൊ ജൂൺ 15 പറഞ്ഞ ഒരു ഡേ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നാട്ടിൽ ആക്ച്വലി ഞങ്ങൾ വേറെ ഒരു ഫാമിലി ഇതിന് വന്നതാണ്. അപ്പം ഈ ജൂൺ 15 ഈ പോസിബിൾ ഞാൻ എന്റെ എല്ലാം ട്രൈ ചെയ്യും. ഈ ഫസ്റ്റ് റൈഡ് കയറണം.
ഫസ്റ്റ് യാത്ര എനിക്ക് വേണമെന്നൊരു തോന്നലിലാണ് ഞങ്ങൾ അവിടുന്ന് വന്നത്. അതെ അതെ, ഞങ്ങൾ വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ഫസ്റ്റ് യാത്ര ചെയ്യാൻ പറ്റിയതിന്. എത്ര ദിവസത്തെ ലീവിനാവുന്നത്? ഞങ്ങൾക്ക് കുറച്ച് ദിവസമേ ഉള്ളൂ, അതിലൊരു ദിവസം ഇന്ന്. അവർക്കൊക്കെ എത്ര രൂപ ഒരു ലാഭം? ദിവസം അവർക്കൊക്കെ ഭയങ്കരമായിട്ട്. അതെ, നല്ല കാര്യം. ഗവൺമെന്റ് എന്ന് ഇത് കൊണ്ട് നടക്കാൻ പറ്റട്ടെ എന്നൊരു പ്രാർത്ഥനയുണ്ട്. കാര്യം അത് സാധാരണക്കാർക്ക് വളരെ ഗുണപ്പെടുന്ന കാര്യമല്ലേ. അവർക്ക് ആ ബസ് ഫെയർ അവർക്ക് ലഞ്ചിന് എടുക്കാമല്ലോ. ആദ്യ യാത്രയിൽ തന്നെ നമ്മുടെ ബസ്സിൽ കയറി. പിന്നെ എങ്ങനെയുണ്ട് ഈ എന്തെല്ലാമാണ് ഇതിന്റെ നിയമങ്ങള്? നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം ലേഡീസിന് 0 ടിക്കറ്റ് ആണെങ്കിലും നമ്മൾ കൃത്യമായിട്ടും ടിക്കറ്റ് എടുത്തിരിക്കണം. കൃത്യമായിട്ടും ടിക്കറ്റ് എടുത്തിരിക്കണം, അല്ലെങ്കിൽ ഇൻസ്പെക്ടർ കയറിയാൽ 500 രൂപ ഫൈൻ വരും. ഓ, അത് ശരി. അതായത് നമുക്ക് കയറേണ്ട സ്ഥലം ഇറങ്ങേണ്ട സ്ഥലം, നമ്മൾ കയറിയിട്ട് ഇറങ്ങേണ്ട സ്ഥലം കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾ ഫ്രീ ആണെന്നോർത്ത് അപ്പുറത്തെ സ്റ്റോപ്പിൽ ഇറങ്ങാം എന്ന് വിചാരിക്കരുത്. അത് നമ്മളോട് പറയണം. ഇപ്പൊ ഒരു സ്റ്റോപ്പിൽ ഇറങ്ങിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ കണ്ടക്ടറോടൊന്ന് പറയണം. അതായത് അങ്ങനെ വന്ന് ഇപ്പൊ ഇൻസ്പെക്ടർ കയറി ആളെണ്ണം കൂടുതലാണെങ്കിൽ ഫൈൻ വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ കയറുമ്പോ സാധാരണ നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത് പോലെ പറയുക, പൈസ കൊടുക്കണ്ട, ആ ഒരു ഇതേ ഉള്ളൂ. അപ്പൊ അത് നമ്മൾ വളരെ പിന്നെ ഒരു ജില്ലയിൽ നിന്ന് വേറൊരു ജില്ലയിൽ പോകാൻ പറ്റത്തില്ല, അങ്ങനെ ഉണ്ടോ? പറ്റും. ഓർഡിനറി ബസ്സിൽ ലിമിറ്റഡ് സ്റ്റോപ്പ്, ആ കാറ്റഗറിയിലുള്ള ഏത് ബസ്സിൽ വേണമെങ്കിലും നമുക്ക് യാത്ര ചെയ്യാം. മൂന്നാർ വരെ പോകും. കോട്ടയം മൂന്നാറൊക്കെ ലിമിറ്റഡ് സ്റ്റോപ്പ് ആണെങ്കിലും അതിലും പോകാം. മൂന്നാർ വരെ പോകാം അല്ലേ? പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇന്ന് പ്രിയദർശിനി സൗജന്യ യാത്ര ബസ്സിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇന്നാണ് സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് KSRTC ബസ്സിൽ പോകാനുള്ള സൗകര്യം ഗവൺമെൻറ് ഒരുക്കിയിരിക്കുന്നത്. സ്ത്രീകളെ സംബന്ധിച്ച് എന്തൊരു സന്തോഷമാണ്. എത്രയോ പേരാണ് ഡെയിലി ടൗണിൽ വന്നു പോയി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്, ടെക്സ്റ്റൈലാണേലും ഓഫീസിലാണേലും എല്ലാം. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ ബസ്സിലിരിക്കുന്നത്. എത്രയോ നാളത്തെ ആഗ്രഹമാണ്. ഇന്ന് ഞാൻ കോട്ടയത്ത് വന്നു. നിയമസഭാ സ്പീക്കർ തിരുവനന്തപുരം രാധാകൃഷ്ണനാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്, നമ്മുടെ പ്രിയദർശിനി സൗജന്യ യാത്ര. അതിലെ ആദ്യത്തെ യാത്രയിൽ തന്നെ ഞാൻ കയറി. ഒത്തിരി സന്തോഷം. അങ്ങനെ ആദ്യത്തെ സൗജന്യ യാത്ര ചെയ്തു. ഇങ്ങനെ ഒരു യാത്ര ചെയ്യാൻ ഞാൻ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം എന്നെ സംബന്ധിച്ചും എന്നെ പോലുള്ളവർക്കും വളരെയധികം ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. ഇത് സ്ഥിരമായി കിട്ടണമെന്നാണ് പ്രാർത്ഥന. പ്രിയദർശിനിയുടെ സൗജന്യ യാത്രയിൽ പിന്നെ ചേർത്തല വരെ പോകുന്ന വണ്ടിയിൽ ഞാൻ ഇടയ്ക്ക് കുമരകത്ത് ഇറങ്ങി, അവിടുന്ന് തിരിച്ചു പോന്നു. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു നിമിഷമായിരുന്നു. ഇനി എന്നും സ്ത്രീകൾക്ക് ഇത്രയും സൗജന്യ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാ സ്ത്രീകൾക്കും എന്തൊരു സന്തോഷമാണ്. അത്രയും പൈസ അവർക്ക് സ്വരൂപിക്കാൻ പറ്റും, ഏതെങ്കിലും മറ്റാവശ്യങ്ങൾക്ക് ഉപകരിക്കാമായിരുന്നു. അങ്ങനെ ഇന്നു മുതൽ കേരളത്തിലെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചിരിക്കുകയാണ്, പ്രിയദർശിനിയുടെ സൗജന്യ യാത്ര. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.